സംസ്ഥാനത്ത് കോഴിവില നിയന്ത്രണത്തിൽ നിലപാട് കടുപ്പിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കോഴിവില നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ഏകോപന സമിതി പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ പറഞ്ഞു. കോഴിക്കടകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നസ്രുദ്ദീൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കോഴിവില സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. സർക്കാർ 87 രൂപ, 158 രൂപ എന്നീ നിരക്കിൽ കോഴി വിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിലാണ് 1 കിലോ കോഴിയിറച്ചിക്ക് 170 രൂപയും ഇറച്ചിക്കോഴിക്ക് 115 രൂപയും ലഭിക്കണമെന്ന് വ്യാപാരികൾ പറയുന്നത്. വില സംബന്ധിച്ച് ധനമന്ത്രി തോമസ് ഐസക്കുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായെന്നും സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ പറയുന്നു. 30/7/2017 വരെ താഴെ പറയുന്നവർക്ക് കോഴി വെക്കുന്നതായിരിക്കും. ഇറച്ചിക്കോഴി, അതിൻ്റെ ഡ്രസ്സിങ്, കോഴിനെ അറക്കൽ, കോഴിൻ്റെ തൂവൽ പൊളിക്കൽ, വേസ്റ്റ് കൊണ്ടുപോകൽ, എല്ലാ പണിയും അടക്കം 115 രൂപ. ഇറച്ചിക്കോഴിക്ക് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് 170 രൂപ. ഇത് ഈ മാസം ലാസ്റ്റ് വരെ ബാധകമായിരിക്കും. അതേസമയം കോഴിവില സംബന്ധിച്ച് ധാരണയായിട്ടില്ലെന്ന് ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എന്നാൽ ചർച്ച നടത്തിയെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വ്യാപാരികളുടെ നിലപാട്. ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ചേർന്നായിരിക്കും ഇനി കോഴിവില നിശ്ചയിക്കുക. കോഴിക്കടകൾക്ക് നേരെയുള്ള അക്രമം അവസാനിപ്പിക്കണമെന്നും ഈ മേഖലയിലെ ജീവനക്കാരുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുത്തുന്ന നടപടി ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും നസ്രുദ്ദീൻ പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.